എല്ലാവർക്കും നമസ്കാരം. 2024 ക്രിസ്മസ് പരീക്ഷ, സോഷ്യൽ സയൻസിന്റെ 6ാം ക്ലാസിന്റെ ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 16 നടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഒരു ടോപ്പിക് വീതം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 7ാം ക്ലാസ്സിന് നല്ലൊരു അടിത്തറ ഒരുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനോടൊപ്പം സ്റ്റെപ്സ് പരീക്ഷയുടെ ഒരു പരിശീലനവും കൂടി ഇതിനോടൊപ്പം നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്യൂട്ട്സ്, ദ ലൈഫ് സ്റ്റൈൽസ് ഓഫ് ഇന്യൂട്ട്സ്. ഇന്യൂട്ടുകളുടെ ജീവിത രീതിയാണ്. അതിൽ ഭക്ഷണം, ഭവന നിർമ്മാണം, വസ്ത്രധാരണം, സഞ്ചാരം. ഇതിപ്പോ 4 പോയിന്റുകളുണ്ട്. 4 പോയിന്റുകൾക്കും ഓരോ മാർക്ക് വീതം നേടിയാൽ പോലും നമുക്ക് 4 പോയിന്റ് എഴുതുമ്പോൾ 4 മാർക്ക് അവിടെ കിട്ടും. അതിനോടൊപ്പം 1 വേർഡിന്റെ ഒരു ചോദ്യം 1 മാർക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മേഖല, തുന്ദ്ര മേഖലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഭക്ഷണം നമ്മൾ ആലോചിച്ച് നോക്കുക, മഞ്ഞുമൂടിയ പ്രദേശത്താണ്. അപ്പൊ ഹിമക്കരടിയുണ്ട്, വെയിലുണ്ട്, നീലത്തിമിംഗലമുണ്ട്, മത്സ്യങ്ങളുണ്ട്. അപ്പം ഭക്ഷണത്തിന്റെ കൂട്ടത്തില് മീറ്റ് ആൻഡ് ഫിഷ് പ്രധാനമായിട്ടും. ഭവന നിർമ്മാണം, ഇഗ്ലൂ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. വേനൽക്കാലത്ത് ബോൺസ് ഒക്കെ ഉപയോഗിച്ചാണ് അവര് വീടുകൾ നിർമ്മിക്കുന്നത്. ടെൻസ്, തുകല് അത് ഉപയോഗിക്കുന്നു. വസ്ത്രധാരണം പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേയേർഡ് ജാക്കറ്റ്സ്, ബൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ. സഞ്ചാരത്തിന്റെ കാര്യത്തിൽ സ്ലഡ്ജ്. ഈ പോയിന്റുകൾ മാത്രം ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സ്റ്റെപ്സ്, നാഫ് എക്സാം തുടങ്ങിയവയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ പരിശീലനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കാവുന്നതാണ്. DM ചെയ്യുന്നവർക്ക് നോട്ടുകൾ എല്ലാ ദിവസവും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ആൻസറുകളിലേക്ക് കടക്കാം. ഇന്യൂട്ട്സിന്റെ ഭക്ഷണ രീതി. The Inuits primarily consume meat and fish. Their most staple food is meat and fish. They also eat eggs, sea animals, polar bear, walrus, whale and seal. These are the creatures that live in that cold area. During summer, they hunt seals, reindeers, polar bears, etc. These are the portion from the text. They consume the flesh of the hunted animals, clothe themselves with their skin and make weapons from their bones and horns. Horns എന്ന വാക്കിന്റെ അർത്ഥം കൊമ്പാണ്. കൊമ്പ്, എല്ലുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് അല്ലെങ്കിൽ അസ്ഥികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്? വീട് നിർമ്മിക്കാറുണ്ട് അല്ലെങ്കിൽ വെപ്പൺസ് നിർമ്മിക്കാറുണ്ട്. They never leave the igloo during the winter and it lasts for about 6 months. To survive this period, they store food in advance. ഈ 2 വരികൾ ആൻസർ ആയിട്ട് വരുന്ന രീതിയിൽ മറ്റൊരു പരീക്ഷയ്ക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊരു PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. They store food in advance. ഈ ഒരു കൺസെപ്റ്റിലാണ് ആൻസർ വരുന്നത്. ക്ലോത്തിങ്ങില് they use airtight leather shoes, double layered jackets and trousers made of fur. Fur എന്ന വാക്കിന്റെ അർത്ഥം രോമം എന്നാണ്. These are the common costumes of the Inuits. Travel. For traveling they use dog sledge, ഒരു G കൂടെ ഉപയോഗിക്കാം, sledge. And for sea travel they use small kayaks. Kayak ചെറിയ തോണി പോലുള്ള. To travel over snow they use snowshoes along with the other tools. അപ്പോൾ കണ്ണാടി ഉണ്ട്, ഗോഗിൾസ് ഉണ്ട്, അതിനോടൊപ്പം സ്നോ ഷൂ തുടങ്ങിയവ ഉപയോഗിക്കുന്നു. ഹൗസിംഗ് 2 തരത്തിലാണ്. വിന്റർ സീസണില് ഇഗ്ലൂവും സമ്മർ സീസണില് ടെന്റുകളുമാണ് വരുന്നത്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടി വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഭക്ഷണത്തിന്റെ പോയിന്റ് എഴുതുമ്പോൾ ഭക്ഷണത്തില് മാംസം, മത്സ്യം എന്നിവ പ്രധാനമായിട്ട് വരുന്നു. പിന്നെ ഏതെല്ലാം ജീവികളുടെ പേര് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും? പോളാർ കരടി, അത് ധ്രുവക്കരടി എന്നാണ് മലയാളം. ധ്രുവക്കരടി, തിമിംഗലം, സീൽ തുടങ്ങിയ വരുന്നു. മത്സ്യം വരുന്നു. ഇനി ഭവന നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇഗ്ലൂ എന്നുള്ള വാക്ക് മഞ്ഞുകാലം, ശൈത്യകാലം. വേനൽക്കാലത്താണെങ്കിൽ എല്ലും പരുക്കും കല്ലുകളും തുകലും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നു എന്നുള്ള പോയിന്റും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വസ്ത്രധാരണം പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന സെയിം സെന്റൻസുകൾ അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക.
സഞ്ചാരത്തിനായി സ്ലെഡ്ജുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള വാക്ക് പഠിച്ചാൽ മതി. ഒരു പോയിന്റേ ഉള്ളൂ, അഡീഷണൽ ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ കയാക്കുകൾ ഉപയോഗിക്കുന്നു, മഞ്ഞുപാളികൾ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ മഞ്ഞിൽ സഞ്ചരിക്കാൻ സ്നോ ഷൂസ് ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നാസ് സ്റ്റെപ്സ് എക്സാം അടുത്ത വർഷം USSന്റെ സോഷ്യൽ സയൻസ് ബേസ്ഡ് ക്ലാസുകൾ എന്നിവ ലഭ്യമാകാൻ താല്പര്യമുള്ളവർ USS 2025 കേരള എന്ന ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. പരീക്ഷ വരെ ട്രൂ ഓർ ഫാൾസ് ചോദ്യങ്ങൾ, 1 വേർഡ് ചോദ്യങ്ങൾ തുടങ്ങി 1 മാർക്ക് നേടാൻ കഴിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് MCQ രീതിയിൽ പരിശീലിക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് സ്റ്റെപ്സിനും നാസിനും വളരെയധികം സഹായകമാകും. അതിനോടൊപ്പം